കമ്പനി പറയുന്നത് 160 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നതെങ്കിൽ വീഡിയോയിൽ പറഞ്ഞു 160 160ആണ്. പക്ഷേ അത് കമ്പനി നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതൊരു ഹിഡനായിട്ട് അവർ വെച്ചിരുന്നു. ഓക്കെ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇലക്ട്രിക് യുഗമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് എല്ലാ കമ്പനീസും പുതിയ പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുകയും അവരുടെ പഴയ മോഡൽസിനെ ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ മഹേന്ദ്ര എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ കൊമേഴ്ഷ്യൽ സെഗ്മെൻറ്റിൽ വളരെയധികം സക്സസ്ഫുൾ കാഴ്ചവെച്ചൊരു മോഡലാണ് ജീത്തോ എന്ന് പറയുന്നുണ്ട്. ജീത്തോ വാനും ഉണ്ട്, ജീത്തോ ലോഡും ഉണ്ട്. ഞാൻ പറയുന്നത് ജീത്തോ ലോഡ് വണ്ടിയുടെ കാര്യം കേട്ടോ, ജീത്തോ പിക്കപ്പ് വണ്ടിയുടെ. ഇപ്പോൾ മഹീന്ദ്ര ആ ജീത്തോ പിക്കപ്പിൻ്റെ ഇലക്ട്രിക് വാഹനം ഇറക്കിയിട്ടുണ്ട്. ആ ഒരു മോഡലാണ് ഇന്ന് എൻ്റെ കൈവശം വന്നിട്ടുള്ളത്. മഹീന്ദ്രയുടെ സിയോ എന്ന് പറയുന്ന മോഡലാണ്. നമ്മുടെ ജീത്തോ പിക്കപ്പിൻ്റെ ഇലക്ട്രിക് വാഹനമാണ്. പക്ഷേ ഇതിനെ ജീത്തോ EV എന്നല്ല പറയുന്നത്, ഇതിൻ്റെ പേര് സിയോ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂ പ്ലസ് ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ സിയോ നമ്മൾ ഇന്ന് ആക്ച്വലി പ്രധാനമായിട്ട് നോക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ആണ് കേട്ടോ. എങ്കിൽ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു വിശേഷങ്ങൾ എന്താണെന്ന് കണ്ടുപോകാം. നമ്മളിതിനെ പ്രത്യേകിച്ച് റിവ്യൂ ചെയ്തിട്ടില്ല ഇതിന് മുന്നേ, അതുകൊണ്ടാണ്. അപ്പോൾ കാഴ്ചയിൽ കാണാൻ പറയാം, നമ്മുടെ പഴയ ജീത്തോ എന്ന് പറയുന്ന വണ്ടി എന്താണോ അതേ ലുക്കിലുള്ള അതേ സെയിം വണ്ടിയാണ്. പക്ഷേ സിയോ എന്ന പേരിലാണ് ഈ വണ്ടി ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. സിയോ എന്ന് പറയുമ്പം സീറോ എമിഷൻ ഓപ്ഷൻ എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത് കേട്ടോ, സിയോ എന്നുള്ള പേര്. അപ്പോൾ ലുക്സ് കാണുമ്പോൾ അറിയാം പഴയ അതേ ജീത്തോ വണ്ടി തന്നെയാണ്. പക്ഷേ ആ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പാനൽ രണ്ട് ഭാഗങ്ങളും നമുക്കൊരു ബ്ലൂ കളറിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ കളറിലുള്ള നമ്പർ പ്ലേറ്റ് കാണാൻ മനസ്സിലാവും ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. അപ്പോൾ ലുക്സ് ബേസ് നോക്കുമ്പോഴത്തേക്കും വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പഴയ നമ്മുടെ ജീത്തോ ലോഡ് വണ്ടി തന്നെയാണ്. വശങ്ങളിലോട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ അവിടെയും വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയ വ്യത്യാസം എന്നുള്ളത് നമ്മുടെ ഈ മിററിൽ വരുന്ന കളർ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ഗ്രാഫിക് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയാണ് ആ നെയിം സൂചിപ്പിക്കുന്നത്. ഇതുപോലെ വലത് സൈഡും ഇടത് സൈഡും വരുന്നുണ്ട്, സിയോ എന്നുള്ളൊരു നെയിം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഈ ജീത്തോ എന്നുള്ള ചെറിയ സ്റ്റിക്കറിങ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി വണ്ടിയുടെ വശങ്ങളൊക്കെ കാണാനായിട്ട് സെയിം ആണ്. 7.4 ആണ് ഇതിൻ്റെ ഒരു ബോഡി ലെങ്ത്ത്. നമ്മുടെ പഴയ ജീത്തോ സ്ട്രോങ് എന്ന് പറയുന്ന ഡീസൽ വണ്ടിയുടെ അതേ ബോഡി ലെങ്ത്തിനാണ് ഈ വണ്ടിക്കും അവർ കൊടുത്തിട്ടുള്ളത്. ബാക്കി ചേസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ടയറിൻ്റെ കാര്യങ്ങളൊക്കെ ആയാലും വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഇലക്ട്രിക് വണ്ടിയായിട്ട് കൺവേർട്ടായി വന്നിട്ടുള്ള പ്രത്യേകത മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. നമുക്ക് ഈ സിയോയുടെ ബാറ്ററി പോർഷൻ വരുന്നത് ഈ കാണുന്ന കേട്ടോ, ഈ കാണുന്ന ബാക്കിലിരിക്കുന്ന ഇവിടെയാണ് ബാറ്ററി പോർഷൻ വരുന്നത്. ഈ കാണുന്ന ബാറ്ററി അല്ല കേട്ടോ, ഇവിടെയാണ് ബാറ്ററി പോർഷൻ വരുന്നത്. മോട്ടർ അപ്പർ സൈഡാണ് വരുന്നത്. നമുക്ക് മോട്ടറിൻ്റെ ഭാഗത്തോട്ട് പോകാം. ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വണ്ടി 2 ടൈപ്പിലാണ് വരുന്നത് കേട്ടോ. അതായത് ഈ കാണുന്ന ഓപ്പൺ ബോഡി, ഇതിനെ കാർഗോ ടൈപ്പ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി വാൻ ടൈപ്പിലും ഈ വണ്ടി സിയോ എന്ന് പറയുന്ന വണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ V1 V2 എന്ന് പറയുന്ന 2 ബാറ്ററി കപ്പാസിറ്റിയിലും ഈ വണ്ടി വരുന്നുണ്ട്. V1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 18.4 കിലോവാട്ടിൻ്റെ ബാറ്ററിയും V2 എന്ന് പറയുമ്പോഴത്തേക്കും 21.3 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു വണ്ടിക്ക് അവരും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം 2 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി സെക്ഷൻ വരുമ്പം AC കൂളിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മോട്ടർ ECU ചാർജിങ് സെക്ഷൻ എല്ലാം അവർ കൊടുത്തിരിക്കുന്ന വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം. നമ്മുടെ ബാറ്ററിയുടെ വാൾട്ടേജും സെല്ലും ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ V1 വരുമ്പോഴത്തേക്കും 307 വാൾട്ടിൽ 384 സെല്ലും, V2 355 വാൾട്ടിൽ 444 സെല്ലുമാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ഈ വണ്ടി എന്ന് പറയുന്നത് ആക്ച്വലി V2 ആണ് കേട്ടോ, ഓപ്ഷൻ കൂടിയ മോഡലാണ്. ഇതിൻ്റെ കിലോമീറ്റർ റേഞ്ച് കമ്പനി പറയുന്നത് 160 നമുക്ക് കസ്റ്റമർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നോക്കാം എത്ര കിട്ടും എന്നുള്ള കാര്യം. നമുക്ക് മോട്ടർ ഡീറ്റെയിൽ കൊണ്ട് നോക്കാം. നമ്മുടെ മോട്ടർ ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നല്ല വലിയൊരു മോട്ടർ ഓപ്ഷനാണ് അവർ കൊടുത്തിരിക്കുന്നത്. 30 കിലോ വാട്ടിൽ 40 HP പവർ വരുന്ന മോട്ടറാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. മോട്ടർ പവർ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടറൊക്കെ വരുമ്പോഴത്തേക്കും വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വണ്ടിയുടെ ബാറ്ററി മോട്ടർ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള ഇതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗത്ത് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയൽ ഭാഗത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ജീത്തോ ലോഡ് വണ്ടിയിൽ ഉണ്ടായിരുന്ന ഇൻറ്റീരിയൽ എന്താണോ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ടൈപ്പിലുള്ള ഒരു പ്രത്യേകതരം ബ്ലാക്കിലുള്ള ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് ആണെങ്കിലും ബാക്കി ആ ഒരു സ്റ്റീരിയോ വയ്ക്കാനുള്ള ഓപ്ഷൻസൊക്കെ എല്ലാം സെയിം തന്നെയാണ്. പിന്നെ വ്യത്യാസമുള്ളത് ഇവിടെ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ ഒരു നോബലായിട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ കണ്ടോ, ചെറിയൊരു നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക് വണ്ടികൾ വരും പോലെ റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ് എന്നുള്ള ഒരു 3 ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2 മോഡിൽ വണ്ടി ഓടിക്കാം, എക്കോ മോഡും പവർ മോഡും അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അറിയാമല്ലോ ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ, ക്ലച്ച് വരുന്നില്ല.
വരുന്നില്ല. സോ ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്, നമുക്ക് സോ അതിൻ്റെ ക്ലച്ചിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഇൻറ്റീരിയറിലൊക്കെ സെയിം തന്നെയാണ്, വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഇൻറ്റീരിയൽ ഭാഗത്ത് വന്നിട്ടില്ല. അതിൻ്റെ സ്പേസിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, നമ്മുടെ ഇതിൻ്റെ ഡീസൽ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 1500 കിലോ ഒരു ലോഡൊക്കെ കംഫർട്ടബിളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇതിന് കമ്പനി പറയുന്ന ലോഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 750 റേഞ്ചാണ്. പക്ഷേ കസ്റ്റമർ ഇത് എത്ര കൊണ്ടുപോകുന്നു, കസ്റ്റമർ ഇത് കൊണ്ടുപോയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു ചാർജിങ് ടൈം എന്ന് പറയുമ്പോൾ 7 മണിക്കൂർ റേഞ്ചൊക്കെയാണ് ഇതിൻ്റെ നോർമൽ ചാർജിങ് ടൈം വരുന്നത്. സ്പീഡ് ചാർജിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു 100% ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഡീറ്റെയിൽ നമുക്ക് കസ്റ്റമറിൽ നിന്ന് തന്നെ തിരിച്ചറിയാം. പിന്നെ ഇതിൻ്റെ വീൽ ബേസ് അവർ കൊടുത്തിട്ടുള്ളത് 2500 കേട്ടോ. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 180 അതൊക്കെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ജീത്തോ ഡീസൽ വണ്ടിയിലുണ്ടായിരുന്ന എന്താണ് അതൊക്കെ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്ന 60 കമ്പനി പറയുന്നത്. അപ്പോൾ വണ്ടിയുടെ നോർമലി ഉള്ള ഡീറ്റെയിൽ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഓടിച്ച് നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. കാരണം ഇന്ന് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ്, വണ്ടി ഓടിച്ചിട്ട് കസ്റ്റമറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പീരിയൻസ് റിവ്യൂ എങ്ങനെ നോക്കാം. ഓക്കെ യെസ്. അപ്പോൾ നമ്മുടെ ഈ സിയോ വണ്ടിയുടെ ഓണർ എന്ന് പറയുന്ന നമ്മുടെ സന്തോഷമാണ്. സന്തോഷേട്ടാ ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ കുറച്ച് മുമ്പ് റിവ്യൂ എടുത്ത പല വിഷ്വൽസിൽ സന്തോഷേട്ടൻ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ഞാൻ പരിചയപ്പെടുത്തിയതാണ് സന്തോഷേട്ടാ. സന്തോഷേട്ടാ, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏതാണ്? കൃഷ്ണപുരമാണ്, കൊട്ടാരത്തിനടുത്തായിട്ടാണ് നമ്മൾ കായംകുളത്താണ്. സന്തോഷേട്ടാ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് മെയിനായിട്ട് പോകുന്ന കാര്യം ഈ വണ്ടി എടുത്തിട്ടുള്ളത് ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ്. അപ്പോൾ ജീത്തോ ലോഡ്, അതായത് ഡീസൽ വണ്ടി, ഇതിൻ്റെ ഡീസൽ വണ്ടി എന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് പല സംശയം കാണും, വിജയിക്കോ, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലോട്ട് കിടക്കും മുന്നേ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തുക, ചേട്ടൻ എന്താണ് പരിപാടി എന്നൊക്കെയുള്ള കാര്യം. ഞാൻ കരിക്കിൻ്റെയും തേങ്ങയുടെയും ഹോൾസെയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ദിവസം ഒരു 150 കിലോമീറ്റർ മേളിൽ ഓട്ടമുണ്ട് ലോക്കലിൽ. അപ്പോൾ ഈ ഓട്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സുപ്രോ എന്ന് പറയുന്ന വണ്ടിയാണ്, മഹേന്ദ്രയുടെ. നേരത്തെ എത്ര വണ്ടി ഉണ്ടായിരുന്നു ചേട്ടന്? നേരത്തെ എനിക്ക് ഇപ്പം മൊത്തം 6-7 വണ്ടി ഉണ്ടായിരുന്നു. ഇതിന്റെ 16ാമത്തെ വണ്ടിയാണിത്. അപ്പോൾ ഞാൻ ഇത്രയും നാളും ഡീസൽ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ എനിക്കൊരു 150 കിലോമീറ്റർ ദിവസം എനിക്ക് ഓട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടിക്ക് 1200 ഡീസൽ അടിക്കുന്ന സ്ഥലത്ത് എനിക്ക് 200 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഓട്ടം എനിക്ക് അത്രയും പൈസ ലാഭിക്കും, അത്ര ഓട്ടോ ഓട്ടവും പറ്റുന്നുണ്ട്. ചേട്ടാ, ഇപ്പം ചേട്ടൻ ഇലക്ട്രിക് ഫസ്റ്റ് ടൈമാണ് ചേട്ടൻ എടുക്കുന്നത്. മാത്രമല്ല കമ്പനി ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റത്തെ ഇലക്ട്രിക് മോഡൽ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചേട്ടൻ ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഒരു ഇപ്പോൾ എടുക്കണോ അല്ലെങ്കിൽ പതിയെ എടുത്താൽ മതി എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടായിരുന്നു? കാരണം ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇത് ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ആൾ ചേട്ടനാണ്. ഞാനാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന യുഗം ഇലക്ട്രിക്കിൻ്റെ യുഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഒന്ന് മേടിച്ച് പരീക്ഷിക്കാം എന്ന്. പക്ഷേ മേടിച്ച് കമ്പനി പറയുന്നത് 160 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നതെങ്കിൽ 160ആണ്. പക്ഷേ അത് 180 അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പരാജയമല്ല ഇത്. നല്ല ലാഭകരമായിട്ടൊരു വണ്ടിയാണിത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ പോസിറ്റീവ് ആയിട്ട് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. മൈലേജ് കമ്പനി പറയുന്നതിനേക്കാളും കൂടുതലാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടൻ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഇപ്പോൾ ചേട്ടൻ ടോട്ടൽ എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചു? ഇപ്പോൾ 3000 മുകളിൽ വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങുമ്പോൾ ചേട്ടാ ഈ ഇത്രയും കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ പോസിറ്റീവ് വശങ്ങളിൽ നിന്ന് തുടങ്ങാം. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോസിറ്റീവ് ആയത് കിലോമീറ്റർ കൂടുതൽ കിട്ടുന്നു, നല്ലൊരു കാര്യം. പിന്നെ ചേട്ടൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ അതിന്റെ ലോഡിംഗ് കപ്പാസിറ്റി ഇല്ലാതെ മറ്റു കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലോഡ് വലിക്കുന്നതിന് യാതൊരു മടിയില്ല. ഡീസൽ വണ്ടിയേക്കാൾ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കയറ്റത്ത് കയറാനായാലും ഇതിന് എക്കോ മോഡും പവർ മോഡും 2 മോഡുണ്ട്. പക്ഷേ പവർ മോഡ് യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമുക്ക് എക്കോ മോഡിൽ തന്നെ കയറ്റം വലിച്ച് പോകുന്നുണ്ട്. ഒരു കാരണവശാലും പിന്നെ എന്തെങ്കിലും ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സ്പീഡ് കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ മാത്രം പവർ ഇട്ടാൽ ഓക്കെ. ചേട്ടാ, ഇതിലിപ്പം 750 റേഞ്ചൊക്കെയാണ് കമ്പനി പറയുന്നത്. ചേട്ടാ എത്ര കിലോ കയറ്റിയിട്ടുണ്ട്? ഞാൻ 1.5 ടൺ വരെ കയറ്റിട്ടുണ്ട്. 1500 കിലോ വരെ സുഖമായിട്ട് കയറ്റാം. ഒരു പ്രശ്നമില്ലാതെ വണ്ടി കയറും. വണ്ടി പോകുന്നുണ്ട്. അപ്പം അടുത്ത പോസിറ്റീവ് കണ്ടല്ലോ. ഓക്കെ ചേട്ടാ, അതുപോലെ തന്നെ ഇതിൻ്റെ കിലോമീറ്റർ റേഞ്ച് ചേട്ടൻ പറഞ്ഞു, ഇതിൻ്റെ ലോഡിംഗ് കപ്പാസിറ്റി പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും 60 കമ്പനി പറയുന്നത്. ചേട്ടൻ ഏത് റേഞ്ച് വരെ ഓടിച്ചിട്ടുണ്ട്? 64 വരെ, മാക്സിമം 64 വരെ സ്പീഡ് പോകും. 64 വരെ കയറുന്നുണ്ട്. ഓക്കെ. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് ഞാൻ എപ്പോഴാണ് വരുന്നത്? ആക്ച്വലി ഫസ്റ്റ് 1000 കിലോമീറ്റർ ഒന്ന് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം വണ്ടി. അത് കഴിഞ്ഞ് 10000 കിലോമീറ്റർ. പിന്നെ 10000 ഗ്യാപ്പ് ഉണ്ട്. 10000. ശരി. അപ്പം വീണ്ടും ഞാൻ ഇതിൽ പോസിറ്റീവായിട്ട് തോന്നി ഈ വണ്ടി എടുത്തിട്ട് എന്തായാലും നല്ലതായി എന്ന് തോന്നുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഞാൻ ഇതിൽ എടുത്തിട്ട്? ഒന്നാമത്തെ കാര്യം ഇത് ഓടിക്കാനുള്ള സുഖം.
ഒരു കാലും ഒരു കൈ കൊണ്ട് സുഖമായിട്ട് ഓടിച്ചോണ്ട് പോവാം. പിന്നെ വണ്ടി ഇപ്പൊ റെയിൽവേ ക്രോസ് വരുന്നു, അവിടെ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഓഫ് ആകുന്നുള്ള പേടി വേണ്ട, ട്രാഫിക്കിനകത്ത് ഓഫ് ആകുന്നുള്ള പേടി വേണ്ട, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള പേടിയും വേണ്ട. ചിലർ ചോദിക്കും വണ്ടി ഓഫ് ആയെന്ന് ചോദിക്കും. വണ്ടി ആക്ച്വലി വണ്ടി കാണുമ്പം ചെറുതായിട്ട് തോന്നും, പക്ഷെ നല്ല ശക്തിയുള്ള വണ്ടിയാണ്, നല്ല പവറാണ്. ചേട്ടാ ഇത് ഇലക്ട്രിക് വണ്ടി ആകുമ്പം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിന്റെ ചാർജിങ് സെക്ഷൻ ആണ്. അപ്പോൾ ചേട്ടാ ചാർജ് ചെയ്യുന്ന ഭാഗം ഇതല്ലേ? ഇതാണ് ചാർജ് ഓപ്പൺ നമുക്ക് നോക്കാം. ഇതാണ് ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ വണ്ടിയിൽ ചാർജർ അകത്ത് ഇൻബിൽറ്റ് ആണ്, നമുക്ക് അല്ലാതെ ഒരു കേബിൾ കണക്ഷൻ അല്ലേ വരുന്നത്. ഓക്കെ, ചാർജിങ് ടൈം ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? ചാർജിങ് ടൈം ഒരു കമ്പനി പറയുന്നത് 7 മണിക്കൂറാണ്. ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് കുത്തിയിടും, രാവിലെ ഒരു 4 മണി 5 മണി ആകുമ്പോൾ ഓഫ് ചെയ്യും. ഫുൾ ചാർജ് ആകുന്നുണ്ട്. പിന്നെ ഞാൻ പവർ സ്പീഡ് ചാർജിങ്ങിന് 1 മണിക്കൂർ അവർ പറയുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല. അത് എവിടെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ വെളിയിലാണ് സ്റ്റേഷനിൽ. ഓക്കെ, അപ്പോൾ ചാർജിങ് സെക്ഷനിൽ ചേട്ടൻ അതൊരു ഇപ്പം ചില ആൾക്കാരുണ്ട് കേട്ടോ, ഇത് ഇത്ര മണിക്കൂർ ചാർജ് ചെയ്യാനായിട്ട് ഇടണം, ഈ വണ്ടി എടുത്ത് എനിക്ക് മുതലാവില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചേട്ടൻ ഇപ്പം നമുക്ക് നമ്മുടെ ഓട്ടം ആ രീതിക്കാണ്, നമുക്ക് രാത്രി വേറെ ഓട്ടമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ? അല്ല, നമുക്ക് ഇത് മെയിനായിട്ട് ലോങ് ട്രിപ്പ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സിറ്റിക്കകത്ത് ഹോം ഡെലിവറി അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഏത് ഇടുക്കുഴി കൂടി കയറി പോകും. അത് ശരിയാണ്. ഇപ്പം പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ കറക്റ്റ്. കാരണം ഈ വണ്ടിയുടെ ഒരു സക്സസിന്റെ ഏറ്റവും കാര്യം ഇതിന്റെ ഡീസൽ വണ്ടി സക്സസ് കാരണം ഇത് 3 വീലർ പോകുന്ന വഴി കൂടെ വണ്ടി കൊണ്ടുപോകും, ഏത് ഇടുക്കി കൂടി കയറി പോകും. മനസ്സിലായി. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തായാലും ഇതിന്റെ കൂടെ തന്നെ ഞാൻ തുടങ്ങാം. നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ഈ വണ്ടിയെ പറ്റി? നെഗറ്റീവായിട്ട് ഈ ചെറിയ വണ്ടിക്ക് ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ പവർ സ്റ്റിയറിംഗ് വേണേൽ കൊടുക്കാം. ഓ, അങ്ങനെ പറയണ്ടേ? അല്ലാതെ വേറെ ചേട്ടൻ്റെ ഇരിക്കുന്ന വണ്ടികളൊക്കെ പവർ സ്റ്റിയറിംഗ് ആണല്ലോ. അപ്പൊ ഇത് ആക്ച്വലി സെമി പവർ സ്റ്റിയറിംഗ് അല്ല ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ബുദ്ധിമുട്ടില്ല, നോർമൽ. എന്റെ മോള് പോലെ ഇത് ഓടിക്കുന്നുണ്ട്. അപ്പം എന്റെ മോക്ക് വരെ ഇത് ഓടിക്കാൻ സുഖമാണ്. പെണ്ണുങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ ഏറ്റവും സുഖമായിട്ടുള്ള വണ്ടി. ഓഫ് ആവുന്നത് പേടിക്കണ്ട മനസ്സിലായി. അപ്പൊ ചേട്ടൻ കടയിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇത് തന്നെയൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ടോ? ഇപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ സ്കൂട്ടർ പോലും ഉപയോഗിക്കാറില്ല. ഇല്ല, കാര്യം സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയാൽ തന്നെ 200 രൂപ പെട്രോൾ വേണം ചെലവ്. അപ്പൊ അതുകൊണ്ട് ആ സാധനത്തിൽ ഞാൻ ഇതന്നെ പിന്നെ ഫാമിലിയായിട്ട് കറങ്ങാൻ കാർ ഉപയോഗിക്കാറില്ല. ഇത് തന്നെ പോകുന്നത് മിക്കവാറും ലോക്കലൊക്കെ പോകാനുണ്ട്. ഇത് തന്നെ 300 ഇരിക്കാം, 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. അകത്ത് ക്യാബിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. മറ്റേ ഇയർ ബോക്സിന് തന്നെ ഇത് വരാത്തതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് സ്ഥലമുണ്ട്, ഇരുന്ന് പോവാം. അപ്പോൾ ചേട്ടാ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ഫാമിലി പർപ്പസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു കുടുംബത്തിന് പറ്റിയൊരു വണ്ടിയാണ്. അതെ, ഓക്കെ. സന്തോഷേട്ടാ, നമ്മുടെ ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് കറക്റ്റ് എത്ര മാസമായി? കറക്റ്റ് ഒരു മാസം കൊണ്ട് ചേട്ടാ 3000 ഓടി. അപ്പോൾ അത്യാവശ്യം സിറ്റിയിൽ നല്ല ഓട്ടം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു ദിവസം 150 കിലോമീറ്റർ മേലെ ഓട്ടം ഉണ്ട്. ചേട്ടൻ ഈ നമ്മുടെ ഈ വണ്ടി ഇപ്പം എടുത്തപ്പോൾ ഓൺ റോഡ് പ്രൈസ് എത്ര വന്നു? ഓൺ റോഡ് 8.4 ആ റേഞ്ച് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീസൽ വണ്ടിക്ക് വരുമ്പോഴത്തേക്കും 580 ആ റേഞ്ച് എന്തോ വരുന്നുണ്ട്. അപ്പൊ അതിനേക്കാൾ ഏകദേശം ഒരു 3 രൂപ റേഞ്ച് കൂടുതലാണ്, 3 ലക്ഷം കൂടുതലാണ്. അപ്പൊ ചേട്ടാ ഡീസൽ വണ്ടിയാണ്, നമുക്ക് കുറെ കാലം യൂസ് ചെയ്യേണ്ട വണ്ടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ ഒരാൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ നമുക്ക് എങ്ങനെ മുതലാവുന്ന ചേട്ടൻ തോന്നിയിട്ടുള്ളത്? അല്ല, ഇതിപ്പോ എനിക്കിപ്പോ ഡീസൽ വണ്ടിയാണെങ്കിൽ ഒരു ദിവസം 1300 രൂപ ഡീസൽ വേണം. നേരത്തെ പറഞ്ഞ പോലെ 1300 രൂപ വേണം. ഇപ്പൊ എനിക്ക് കൂടി വന്ന 200 രൂപയുടെ ചാർജ് അല്ല 150 രൂപയുടെ ചാർജ് കൂടുതൽ എനിക്ക് ആകുന്നില്ല. 1000 രൂപ സേവ് ആയി. അപ്പൊ ഒരു ദിവസം 1000 രൂപ സേവ് ആയി. അപ്പൊ എനിക്ക് ഞായറാഴ്ച പോലും എനിക്ക് ഓട്ടം ഉണ്ട്. ഒരു മാസത്തില് ഒരു ദിവസം പോലും എനിക്ക് ഇവരെ ഫ്രീ ആയിട്ട് വിടാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ടപ്പോ ഒരു മാസം തന്നെ അപ്പൊ 30,000 രൂപയുടെ ഡീസൽ മാത്രമായി ലാഭം. അപ്പം നമ്മളൊരു കണക്ക് കൂട്ടണം, 150 കിലോമീറ്റർ ഓടിയാൽ തന്നെ 1 കിലോമീറ്റർ 40 രൂപ വെച്ചായപ്പം മനസ്സിലായി ഒരു ദിവസം എത്ര രൂപയുടെ ഓട്ടോ? 6000 രൂപയുടെ ഓട്ടോ ആയി. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാകൂല എത്ര ദിവസം കൊണ്ട് നമുക്കിത് മുതലാകും. വണ്ടി എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് ഓടി മുതലാക്കുക എന്നുള്ള കൺസെപ്റ്റ് ആണല്ലോ. അതിപ്പോൾ ആളുകളുടെ മനസ്സിലായി. ഇപ്പോൾ ഒരു പേടിയാണ് ഇലക്ട്രിക്കിന്. കേരള സമൂഹം അല്ലെങ്കിൽ ഇത് ഒരു പുതിയ കൺസെപ്റ്റ് വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ഒരുപാട് മടിയാണ്. അതൊന്നും അംഗീകരിച്ചൊന്ന് അറിഞ്ഞു വരുമ്പോഴത്തേനും ഇതാകും. ഇതൊക്കെ കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. അല്ല ഇപ്പം നമ്മുടെ ഇതിന്റെ ചെറിയ ഓട്ടോറിക്ഷകൾ വന്ന സമയത്ത് ആദ്യം അങ്ങനെയായിരുന്നു, നേരത്തിൽ ഫുള്ള് അതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതും ക്രമേണ കൂടി വന്നുള്ളൂ. ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന ആരും മറിച്ച് ഇനി ഒരു ഡീസൽ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കത്തില്ല. ഇലക്ട്രിക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ചിലർക്കൊക്കെ പരാജയങ്ങൾ വന്നിട്ടുണ്ടാകാം, അത് നമ്മൾ പറയുന്നില്ല. അത് 100-1-2 പേർക്കായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 100%
സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മനസ്സിലായി. ഇതിന് എത്ര വർഷമായിട്ട് വാറണ്ടി ഇപ്പം തന്നെ തന്നിട്ടുള്ളത്? ഇപ്പം 5 വർഷം. 5 വർഷം. കിലോമീറ്റർ 1.5 ആണല്ലേ? 1.5 5 വർഷമാണ്. 1,50,000 കിലോമീറ്ററാണ് വാറണ്ടി. ബാറ്ററി, മോട്ടർ എല്ലാം വണ്ടി ഫുൾ വാറണ്ടിയാണ്. ഓക്കെ. സന്തോഷേട്ടാ, ഇത്ര ദിവസം വണ്ടി ഓടിച്ചിട്ട് ഇതിന്റെ ബ്രേക്കിംഗ്, ഇതിന്റെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി, പിന്നെ ലോഡ് കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ ഒരു ആക്ഷൻ, അതായത് സസ്പെൻഷനൊക്കെ എങ്ങനെ ഫീൽ ആവുന്നുണ്ട്? മൂന്നും കൂടെ ഒറ്റ ചോദ്യം ഉൾപ്പെടുത്തിയതാ. അത് കുഴപ്പമില്ല, ഞാനത് പറയാം. കാര്യം ഞാൻ നേരത്തെ ഉള്ള വണ്ടി ഡീസൽ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, വലിയ വണ്ടിയായിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് സാധാരണ നമ്മുടെ എല്ലാ വണ്ടിയും ഓവർലോഡ് വെച്ചോണ്ടാണ് പോകുന്നത്. ഇതിനകത്ത് ഓവർലോഡ് കയറ്റാറുണ്ട്. മനസ്സിലായി. ഈ ഓവർലോഡ് റോഡിൽ കൂടെ പോകുമ്പോൾ ഇതിന് ഈ സസ്പെൻഷനുള്ള മറ്റേ പ്ലേറ്റ് ഉള്ള വണ്ടിയിൽ ഉള്ള ഒരു കുലുക്കം ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഒരാട്ടമില്ല, സ്ട്രേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ സ്റ്റെബിലിറ്റി ആയിട്ട് പോകുന്നുണ്ട്. മാക്സിമം സ്പീഡിൽ തന്നെ പോകാം, നമുക്ക് വേറെ പ്രശ്നമില്ല. പിന്നെ ലൈറ്റിന്റെ കാര്യം നല്ല വെട്ടമാണ്, നല്ല വിസിബിലിറ്റിയാണ്. ഗ്ലാസ് ആയാലും ക്യാബിനകത്ത് ഇരിക്കാനായാലും ഓടിക്കാനായാലും എല്ലാം നല്ല ഒരു കുഴപ്പമില്ല. ബ്രേക്കിംഗ് പക്കയാണ്. ഇതിനകത്ത് 2 ആക്സിഡന്റിന് കാറെടുക്കുമ്പോൾ തന്നെ ബ്രേക്കായി. ആക്സിഡന്റ് കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സ്പീഡിൽ പോകുന്നത്. ആക്സിഡന്റിന് കാറെടുത്ത് കഴിഞ്ഞ് ബ്രേക്കിലോട്ട് വെക്കുമ്പോൾ സഡൻ ഡീസൽ വണ്ടിക്കും ബ്രേക്കിംഗ് ലോഡും പുറത്ത് വണ്ടിക്ക് ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. പക്ഷേ ഇതിൽ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് വരുന്നുണ്ട്. പിടിക്കുന്നിടത്ത് വണ്ടി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ തുടക്കം ഞാൻ ചേട്ടാ ചെറിയ റിവ്യൂ പോലെ ചെയ്തല്ലോ, അതിൽ പറയാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് ചേട്ടാ, ഇതിൽ റീജനറേഷൻ സിസ്റ്റം ഉണ്ടെന്ന്, പിന്നെ അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ് ഉണ്ട്. അത് കമ്പനി പറയുന്നുണ്ട്. ചേട്ടൻ അത് എങ്ങനെ വർക്ക് ആവുന്നുണ്ട്? അല്ല, ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ് എനിക്ക് പ്രോപ്പറായിട്ട് തോന്നുന്നില്ല. അതായത് ഇറങ്ങുന്നുണ്ട്. റീജനറേഷൻ ഓക്കെയാണ്. അവര് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മീറ്റർ ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ മീറ്ററിൽ കാണിക്കുന്നത് 133-134 റേഞ്ചാണ് കാണിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ റീജനറേഷൻ മാത്രം ഇത് വീണ്ടും റീചാർജ് ആയിക്കൊണ്ട് കയറുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് 170 മേളിൽ നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. സ്പീഡ് പോയാലും കിട്ടുന്നുണ്ട് അത്രയും റേഞ്ച്. ഞാൻ അതില്ല, അത് ശരിയായിട്ട് തോന്നുന്നില്ല എനിക്ക്. തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു കയറ്റത്ത് നിർത്തുമ്പോൾ തന്നെ നമ്മളത് എടുക്കുമ്പോൾ പുറകോട്ട് പോകും വണ്ടി. അപ്പൊ അതിന് ചെയ്യുന്ന ഹാൻഡ് ബ്രേക്ക് മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ചേട്ടാ, നമുക്ക് ഇത് ചാർജ് ചെയ്യുന്ന ഒരു ഭാഗം തുറന്നു കാണിക്കാം. ഇതാണ് ഇത് നോർമൽ ചാർജിങ്ങിന്റെ സ്പോട്ടാണ്. ഇത് സ്പീഡ് ചാർജിങ്ങിന്റെ 2 സ്പോട്ടാണ്. ഇത് ചേട്ടാ, ഇതിനൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചാർജിങ് സെക്ഷൻ അകത്ത് തന്നെ ഇരിക്കുന്നുള്ളതുകൊണ്ട് ചാർജർ കൊണ്ട് നടക്കണം എന്നുള്ളതില്ല. ഒരു വയർ കേബിൾ മാത്രമേ വരുള്ളൂ. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിലിപ്പം ചാർജ് ചെയ്യണ ടൈമിങ് കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ നോർമൽ 16 ആമ്പയറിന്റെ പ്ലഗിലല്ലേ ചാർജ് ചെയ്യുന്നത്? 6 ആമ്പയറിന് മേലുള്ള ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ കണക്ഷൻ വീട്ടിൽ നിന്ന് തന്നെ നോർമലായിട്ടുള്ള കണക്ഷനിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ കമ്പനി നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതൊരു ഹിഡനായിട്ട് അവർ വെച്ചിരുന്നു. അപ്പോൾ ഇതിന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കമ്പനി ഒരു സാധനം ഓഫർ ചെയ്യുന്നുണ്ട്, ചാർജിങ് സ്പോട്ട്. അപ്പോൾ അത് അവർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതിന് 7000 രൂപയാണ് അതിന് ചാർജ് വരുന്നത്. ചാർജ്. അപ്പോൾ ഈ കാര്യം അവർ നമ്മൾ വണ്ടി മേടിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത്. നേരത്തെ അവരെ മേടിച്ച് വെച്ചിട്ടില്ല. അത് മേടിച്ച് വെക്കണമെന്നാണ് കമ്പനി പറയുന്നത്. എന്തെങ്കിലും വണ്ടിക്ക് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ വാറണ്ടിയെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ചാർജറിനും ബാറ്ററിയുടെ സേഫ്റ്റിക്ക് സംഭവമായിരിക്കും. മേടിക്കണമായിരിക്കും. ചേട്ടാ, ഇവിടെ സാധാരണ എഞ്ചിൻ ഉള്ളതുകൊണ്ട് ഇവിടെ തുറക്കണ്ട കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ പൊള്ളയാണോ അതോ എന്തെങ്കിലും നമുക്ക് ബാറ്ററിയുടെ എന്തെങ്കിലും ഇഷ്യൂസിന് വേണ്ടി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുവാണെങ്കിൽ വേറെ ബോഡി എടുത്ത് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ സ്പേസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് തുറക്കാൻ പറ്റുന്നത്. അപ്പോൾ സന്തോഷേട്ടൻ ഈ ഒരു വണ്ടിയെ പറ്റിയിട്ട് ചേട്ടാ ഈ ഓടിച്ച കാലയളവിലുള്ള ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഇത്രയും ഓടിച്ചതിനുള്ള സർവീസിന്റെ മുന്നോട്ടുള്ള കാര്യം നമ്മൾ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ മഹേന്ദ്രയാണ്, മഹേന്ദ്ര വിശ്വാസമുണ്ട്. മഹേന്ദ്രയുടെ എനിക്ക് ഒരുപാട് വണ്ടി ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. അപ്പൊ ഇതുവരെയുള്ള ഈ കാര്യങ്ങൾ കൊണ്ട് ഉണ്ട് എനിക്ക്. സന്തോഷം. ചേട്ടാ, അപ്പോൾ ഫൈനലായിട്ടൊരു കാര്യം, ഇപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ സിറ്റിക്കകത്ത് കിടന്ന് ഓടാനാണ് ഇതിന്റെ കിലോമീറ്റർ പരിധി ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ചേട്ടാ, ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ ഈ വണ്ടി മാർക്കറ്റിൽ അധികം ഇറങ്ങി തുടങ്ങിയില്ല, വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ആദ്യമായിട്ട് വണ്ടി എടുത്ത കസ്റ്റമർ എന്ന രീതിയിൽ ഒരാൾക്ക് കേട്ടാ അവരുടെ ഓട്ടം
കുറച്ച് ഡിസ്റ്റൻസിലൊക്കെ പോകാനുള്ളതാണ്. അതായത് ഒരു വാക്കിന് തന്നെ ഒരു 100 കിലോമീറ്റർ മേളിലുണ്ട് എന്ന രീതിയിലോട്ടുള്ള ആൾക്കാർ കാണും. പക്ഷേ ചേട്ടൻ പറഞ്ഞു 180 വരെ കിട്ടുന്നുണ്ടെന്ന് ചേട്ടൻ പറയുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ ചിലർക്ക് ഡൗട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടെ ചേട്ടൻ ഈ വണ്ടി എങ്ങനെ സജസ്റ്റ് ചെയ്യും? ലോങ് പോകാനായിട്ട് അപ്പോൾ നമുക്ക് വരുന്ന കാലങ്ങളിൽ പവർ സ്റ്റേഷൻസ് അവൈലബിൾ ആണെങ്കിൽ സക്സസ് ആണ്. അപ്പോൾ നമ്മൾ സ്പീഡ് ചാർജിങ് എന്ന് വെച്ചാൽ 1 മണിക്കൂറിലാകുവാണെങ്കിൽ സക്സസ് ആണ്. ഇപ്പോൾ നമുക്ക് എറണാകുളം ഭാഗങ്ങളിലൊക്കെ ഉണ്ട് പവർ സ്റ്റേഷൻ. ഇപ്പോൾ എല്ലായിടത്തും കാണുന്നില്ല. പക്ഷേ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ പറയും എവിടെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അതും 100% വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈ പവർ സ്റ്റേഷൻ എല്ലാം അവിടെ ചെല്ലുമ്പോൾ ഓഫായിരിക്കും. അപ്പം പിന്നെ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇത് ലോങ്. പക്ഷെ സന്തോഷ് ചേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു അനുഭവത്തിൽ നമുക്കൊരു ഇത്ര കിലോമീറ്റർ സിറ്റിക്കകത്ത് ഇത്ര കിലോമീറ്റർ പരിധിക്ക് എടുക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ്. അതിൽ വേറെ ഓപ്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് ഈ നമുക്ക് കപ്പാസിറ്റി കൂടെ നോക്കണം. ഈ ലോഡിംഗ് കപ്പാസിറ്റി ഇത്രയും മതിയെങ്കിൽ ഈ വണ്ടി സക്സസ് ആണ്. 100% കണ്ണുടച്ച് മേടിക്കാം. എന്നോട് ഇതുപോലെ ആൾക്കാർ വന്ന് തിരക്കി 2-3 വണ്ടി മേടിച്ചിട്ടുണ്ട്. ആണോ? ശരി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്ന രീതികൾ മനസ്സിലായത് നമുക്ക് ജീത്തോ ലോഡ് അല്ലെങ്കിൽ ഏത് ഇലക്ട്രിക് വണ്ടി ആയിക്കോട്ടെ, പ്രത്യേകിച്ച് പിക്കപ്പ് എന്ന് പറയുമ്പോൾ ചേട്ടാ മറ്റേ പാസഞ്ചർ വണ്ടിയേക്കാളും കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പാസഞ്ചർ കൊണ്ടുപോകണമല്ലോ, പിക്കപ്പ് വേറൊരു ബിസിനസ് കാറ്റഗറിയാണ്. സോ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ലോഡ് എന്താണെന്നുള്ള ആദ്യം വിലയിരുത്തുക. അതിനുശേഷം നമ്മുടെ കിലോമീറ്റർ പരിധി എത്രയാണെന്നുള്ളത് നോക്കുക. ദൂരെയൊക്കെ ആണെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് മറ്റ് പാസഞ്ചർ വണ്ടി പോലെ തന്നെ കുറച്ച് റിസ്ക് ആയിരിക്കും. പക്ഷേ നമുക്ക് സിറ്റിക്കകത്തുള്ള ഓട്ടത്തിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്കായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു ചേട്ടാ. പാസഞ്ചർ വണ്ടികളൊക്കെ ഓക്കെ സമ്മതിച്ചു, പക്ഷെ ലോഡ് വണ്ടി ഇലക്ട്രിക് ഇറങ്ങിയാൽ അത് വലിക്കില്ല. ലോഡ് വണ്ടി ഇപ്പോൾ 16 വീല് 14 വീല് 22 വീലൊക്കെ എത്ര വർഷം മുമ്പ് പറയും. എന്ന് പറയുന്ന കമ്പനി ഇന്ത്യൻ കമ്പനിയാണ്. അത് നോയിഡയിൽ 6 വർഷം മുമ്പേ കടന്ന് ഓടുന്നു. 22 ട്രെയിലർ. എത്ര പേർക്ക് അറിയാം? ഇവിടെ ഈ ഹൈവേ പണിയുന്നതിനായിട്ട് വടക്കിന്ത്യയിൽ നിന്ന് വന്ന കോൺട്രാക്ടേഴ്സ് 10 വീല് മൊത്തം ഇലക്ട്രിക് ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇലക്ട്രിക് ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ പറയുന്നത് ഡീസൽ വണ്ടിയൊക്കെ 3 ഇരട്ടി ശക്തി കൂടുതലാണ് ഇലക്ട്രിക്. അത് ഇതിനും ഉണ്ട്. ഉറപ്പായിട്ടും. അല്ലാട്ടോ, എല്ലാവരുടെയും പേടി എന്ന് പറയുന്നത് മറ്റാകുമ്പോൾ എവിടെയെങ്കിലും ഫ്യൂല് തീർന്നാലും പമ്പിൽ കയറി അടിക്കുക. അതാണ് ഇവരുടെ. അത് നമുക്ക് ഇപ്പം നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ. ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ. മനസ്സിലായി. അപ്പം പിന്നെ അതിനകത്ത് വരൂടാനുള്ള കാര്യമില്ല. ഓക്കെ. അപ്പോൾ എന്നാലും നമ്മുടെ ഓട്ടം എങ്ങനെയാണ്, ആ ഒരു കിലോമീറ്റർ പരിധി എങ്ങനെയാണെന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു 150-180 കിലോമീറ്ററിനകത്ത്, 180 ഞാൻ പറയില്ല, 150-160 പറയാം, ആ റേഞ്ചിനകത്ത് ഓടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ സിയോ എന്ന് പറയുന്ന വണ്ടി. അത് ചേട്ടൻ്റെ ഒരു വാക്കിന്മേൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പുതിയ വണ്ടിയുടെ ഒരു റിവ്യൂ പ്ലസ് ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ചേട്ടാ. ഓക്കെ. അപ്പം ചേട്ടൻ്റെ വിലപ്പെട്ട സമയത്ത് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വന്നതിൽ വളരെ സന്തോഷം. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. അതെ, എല്ലാവർക്കും എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് കള്ളങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പൈസ കൊടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ചേട്ടൻ്റെ സ്വന്തം അഭിപ്രായമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ കമൻറ്റിൽ അറിയിക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ബൈ.